താങ്കെ താനും റാവുത്തരാജ് ഓണം കൂടിയാണ് പറ്റണ അവിടെ താമസിപ്പിച്ചേക്കണേ. അതിനെന്താടാ, നിനക്ക് വേണ്ട കാശ് അവൻ കൃത്യമായി തന്നോളൂ. വേണ്ട, അവന്റെ കാശും വേണ്ട, താമസവും വേണ്ട. മര്യാദക്കാരോട് ഇറക്കി വിട്ടോണം. ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? ആ എരുമേലി അവനോട് കൊണ്ടുവന്നത്. എരുമേലിയോ? എങ്കിൽ അവനെ ഇന്ന് ഞാൻ തട്ടും. ഇന്റെ അവോ നീ അല്ലാടാ അവനോട് കൊണ്ടുവന്നത്. പറയണം, ആര് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നത്? നിങ്ങൾ മൂന്നാള് സമ്മതിച്ചിട്ടല്ലേ ഞാൻ ആ സ്വാമിയെ വീട്ടിൽ കെട്ടി താമസിപ്പിച്ചത്? ഇപ്പതേ നോക്കി ഉള്ള മദ്യപാനം എല്ലാം കുടിച്ചിട്ട് ഞങ്ങളെ കൊല്ലാൻ വരുന്നു. വട്ടപ്പള്ളി പോടാ പോടാ പോടാ. നീ ഇത് ഇടപെടരുത്. ഇത് എന്റെ പെണ്ണിന്റെ പ്രശ്നമാ. നിന്റെ പെണ്ണോ? ആരുടെ നിന്റെ പെണ്ണ്? എന്റെ മോളെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. അത് ചോദിക്കാൻ നീ ആരാടാ? പോടാ. ദേ നിങ്ങളൊക്കെ കേൾക്കണം, ആ സ്വാമി ഉണ്ടല്ലോ അയാൾ എന്റെ മോളെ കെട്ടാൻ പോവാ. അതിനാ ഞാനിവിടെ താമസിപ്പിച്ചിരിക്കുന്നേ. അവളും അയാളും തമ്മിൽ പ്രേമമാ. അയാളെ കൊണ്ട് തന്നെ ഞാൻ എന്റെ മോളെ കെട്ടിക്കോ. കെട്ടിക്കോടാ പട്ടി. കഥ വേറെ റൂട്ടിലേക്കല്ലോ പോണത് സ്വാമി. വല്ലോടത്തുമ്പോ നേതൃത്വത്തിന്റെ പേരും പറഞ്ഞ് തമ്മിൽ തല്ലുന്നോ? റാവുത്തേ, ഞാൻ റാവുത്തോട് പറയാ, മര്യാദക്കാരോട് ഇറങ്ങി വിട്ടോണം. ഇല്ലേ അവന്റെ അവളും ഈ കോളനി വീഴും. ഓടാ പോയി അങ്ങനെ ചെയ്തിട്ട് വാ. അന്ന് തന്നെ ആണാക്കി കൂട്ടാടാ. പോടാ എല്ലാരും പോടാ. നോക്കിക്കാ പോയാ പോടാ. മര്യാദക്കല്ലെങ്കിലും ഉണ്ടല്ലോ, രണ്ടിനെ ഞാൻ ചവിട്ടി പുറത്തെറിയും. പന്നികളെ നിക്കണവിടെ. എന്റെ വീട്ടിൽ നിന്ന് നീ അവനെ ചവിട്ടി പുറത്തിറക്കോ? എന്നവൻ ആരാണെന്നറിയോ? എന്റെ മോനാടാ, മൂസാനാടാ. അവനെ നീ ചവിട്ടാൻ ചെന്നെ കാലിയാ വെട്ടിയെറിയും. സ്വാമി സ്വാമി എന്ത് ഭ്രാന്തായി കാണിക്കണേ? എങ്ങോട്ടാ പോണേ? അവിടെ എന്ത് പണ്ടാണെങ്കിലും നടക്കട്ടെ, നമ്മൾ വന്നത് ഈ പണിക്കല്ലല്ലോ. ഞാൻ പറഞ്ഞ ഒന്ന് കേക്ക്. ശൗമി നമ്മൾ ഇനി ഇവിടെ താമസിക്കാൻ പാടില്ല. താമസിച്ചതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. എത്രയും പെട്ടെന്ന് വേറൊരു സ്ഥലം കണ്ടുപിടിക്കണം. നമസ്കാരം. എന്താ? ഞങ്ങളിവിടെ ഈ പട്ടാളം മാധവമ്മയുടെ വീട്ടില് പുതുതായിട്ട് താമസിക്കാൻ വന്നവരാ. ഓ, സാഹിത്യകാരൻ കൃഷ്ണമൂർത്തി. ഇരിക്കണം. ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ്. നിങ്ങളുടെ സർവ്വകൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട്. അവസാനം എഴുതിയ പുസ്തകം ഏതാണ്? ഈ അവസാനം എഴുതിയത് അത് എഴുതാനാണല്ലോ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്, കോളനിക്കാരെ പറ്റിട്ട് അല്ലേ? അതെ. ഇദ്ദേഹവും സാഹിത്യകാരനാണ്? അതെ. അല്ല, അതെ ഞാനാ. ചേട്ടൻ ഞങ്ങൾക്ക് ചെറിയൊരു സഹായം ചെയ്യണം. എന്താ വേണ്ടത് പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഞങ്ങളിവിടെ താമസിക്കുന്ന സ്ഥലത്ത് കഥ എഴുതാൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല. സമാധാനം വേണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ ചെറിയൊരു സൗകര്യം ചെയ്ത് കിട്ടിയാൽ. എന്റെ കൂടെ താമസിച്ചൂടെ? എന്താ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് കൈ കൊടുക്കൽ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ.
കുറെ കാലം കൂടിയിട്ടാ രണ്ട് മനുഷ്യർ എന്റെ മുമ്പിൽ വരുന്നത്. അതിന്റെ ഒരു സന്തോഷ. അതെന്താ മനുഷ്യരാരും ഇങ്ങോട്ട് വരാറില്ലേ? ഇവിടെ മനുഷ്യരിക്കണു. ഒക്കെ മൃഗങ്ങളല്ലേ, ഇരുകാലി മൃഗങ്ങൾ. മനുഷ്യരായിരുന്നു ജോമാരിങ്ങനെ ചെയ്യുവോ? ആ മൂസാ ചേട്ടന്റെ സ്ഥലത്ത് വാടകയും കൊടുക്കാതെ ഒഴിഞ്ഞും കൊടുക്കാതെ അക്രമവും കാണിച്ച് ഇവരിങ്ങനെ കിടക്കുവോ? സ്വാമി, നമ്മൾ കറക്റ്റ് ആളുടെ അടുത്ത് വന്ന് വെച്ചേക്കണ നല്ല മനുഷ്യനാണ്. ആ പിന്നൊരു കാര്യമുണ്ട്, മൂസാ ചേട്ടൻ ഇവന്മാരെ അങ്ങനെ അങ്ങോട്ട് ഒഴിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇവര് വാടകക്കാരാണെന്നോ കയ്യേറ്റക്കാരാണോ എന്നുള്ളതിന്റെ ഒരു രേഖയും സേട്ടുവിന്റെ കയ്യിലില്ല. പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട്. ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. സ്വാമി, ചങ്ങല ചങ്ങല സ്വാമി, ചങ്ങല ദേ കാലുമ്മ ചങ്ങല ഓടിയോ. ആ പ്രാന്തന്റെ വെട്ടോട് ഞാൻ പോയതാ. എടാ പട്ടി, നീ പോടാ പട്ടി. അവരെന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാമെന്നാടാ പട്ടി. അത് ശരി, നീയൊക്കെ ഇവിടെ വീടാന്നിരിക്കും വാടക താമസിക്കാത്ര? അല്ല, അതെ, ഞങ്ങള് മാധവമ്മയുടെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഞങ്ങളെ കൊന്നുകളയുന്ന വട്ടപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. അവൻ പറയുന്നിട്ട് ഒഴിയാൻ പോവാ. നിങ്ങൾ അവിടെ താമസിച്ചാ മതി, അല്ല, ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ഞങ്ങൾ കാരണം നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട, ഞങ്ങൾ മാറിക്കോളാം. മാറിക്കോളാന്നോ? ഇനി എങ്ങാനും നിങ്ങൾ അവിടുന്ന് മാറിയാ കൊല്ലുന്നത് ഞാനായിരിക്കും. അയ്യോ, ഞാൻ പറയുന്നത് പ്ലീസ്, ഞാൻ പറയാം. നമുക്കതൊരു സമാധാനമായിട്ട് പറഞ്ഞിട്ട് സമാധാനം ഉണ്ടാക്കാൻ പിടിച്ചോണ്ടോ. അതെ, പശുവിനെ പിടിച്ച് എനിക്ക് വലിയ പരിചയമില്ല. വല്ല പന്നി പോത്താണെങ്കിൽ ഒരു കൈ നോക്കാം. താൻ അതിലെ വാ, ഞാനിതിലെ വരാം. നാം ഇതിലെ പോ, ഞാൻ ഇതിലെ വരാം. താൻ എന്തെങ്കിലും ചെയ്യും. വാടി. അയ്യോ സ്വാമി, പശു സ്വാമി പശു അമ്മ. അയ്യോ, ദേ വട്ടപ്പള്ളി, ഓടി വായോ. വട്ടപ്പള്ളി ഓടിന് വെളിയിൽ വീട്, ഓടി വായോ. എല്ലാരും ഒന്ന് ഓടി വന്നേ, വേഗം വാ. ദേ വട്ടപ്പള്ളി വീട് കിടക്കുന്നേ, ഓടി വാ. എല്ലാരും സ്വാമി, ആള് വടിയ ഇന്ന് തോന്നുന്നു. തന്റെ കരുനാക്ക് വളച്ചൊന്നും പറയാടോ പുല്ല്. അമ്മേ ഭഗവതി, കാത്തുരക്ഷിക്കണേ. ആ വട്ടപ്പള്ളിയുടെ ജീവൻ അപകടമൊന്നും വരുത്തരുത്. അറിഞ്ഞോ, വട്ടപ്പള്ളിക്ക് ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞപ്പോ വട്ടപ്പള്ളി സത്യം പറഞ്ഞു. വെറുതെ വീണതല്ല, മനഃപൂർവ്വം ഉരുട്ടിട്ട് കൊല്ലാൻ ശ്രമിച്ചതാണെന്ന്. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയാല് നേരെ ഇങ്ങോട്ടാണ് വരിക, പകരം വീട്ടാൻ. അയ്യോ, അപ്പൊ വട്ടപ്പള്ളി കണ്ടല്ലേ? പിന്നെ വീണ വഴിക്ക് വട്ടപ്പള്ളി ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പം നിക്കണ് ഇരുമ്പ് ജോണേ, ഇരുമ്പ് ജോൺ. അവനാ വട്ടപ്പള്ളിയെ തട്ടിയിട്ടത്. അവനത് ചെയ്യും സ്വാമി. കാലത്തെ അവന്മാര് തമ്മിലുള്ള വഴക്ക് കണ്ടപ്പോ എനിക്ക് തോന്നിയതാ, മൂളിന്ന് അവനെ താഴെ ഉരുട്ടിട്ട് കൊല്ലൂന്ന്. സ്വാമിക്ക് തോന്നിയില്ലേ? എന്തായാലും കുറച്ച് ആരെങ്കിലും ആ ശൈത്തൻ ആശുപത്രി കിടക്കും. അതുവരെങ്കിലും മനുഷ്യൻ സമാധാനിച്ച് കഴിയാലോ. അപ്പോ ഞാൻ പോണ സ്വാമി. അതെ, നമ്മളാ ഇതിവിടെ തരാൻ പറഞ്ഞു ചുരിദാർ. അപ്പോ ഞാൻ പോണ സ്വാമി. സ്വാമിയേ, ഇത് വലിയ ശല്യായില്ലോ. താൻ കുറെ നേരമുള്ള സ്വാമി സ്വാമി എന്ന് പറഞ്ഞു വിളിക്കണേ. ശബരിമലയ്ക്ക് കൊണ്ടാ? അല്ല, സ്വാമിക്ക് എന്തിനാ ചുരിദാർ? സ്വാമിക്ക് ഒരു ചുരിദാർ നേർച്ചയുണ്ട്. എന്നാ പിന്നെ അത് പറഞ്ഞ പോലെ ഞാൻ പോണ സ്വാമി. ഓട്ടോ ആ സ്വാമി. എന്നിട്ട് പശുവിന്റെ താനിതാ പിശാചിനോട് കൊടുക്കണോ? ദൈവമേ, സ്വാമി എന്നെ വിളിച്ചാ പോടോ. ഞാൻ സത്യം തുറന്നു പറയൂട്ടോ.
ആദ്യമായിട്ട് എന്റെ കൈകൊണ്ട് ഞാനൊരു വസ്ത്രം മേടിച്ചു കൊടുത്തത് ഈ കോളനിയിൽ ഏതൊരു വൃത്തികെട്ട പെണ്ണിനായി പോലല്ലോ എന്റെ അമ്മ. സാമി എങ്ങനെയുണ്ട്? ഇതെന്താ പെണ്ണ നീ ഇതിട്ടുണ്ട് ഇവിടെ കിടന്ന് തിരിയുന്നത്? പിന്നെ സാമി മേടിച്ചു കൊടുത്തു വിട്ടതല്ലേ? ഞാനോ? നിനക്കോ? അയാൾ കൊണ്ടത് ഊരാൻ ഊരടി. അയ്യേ, ഇവിടെ വെച്ചാണ് ഊരുന്നത്. താഴെ എങ്ങനെ പോയി ഊരിക്കൊണ്ട് പോവണേ? നാണമില്ലാത്ത ജന്തു. ഹായ്, അളവെടുത്ത് തയ്ച്ച പോലുണ്ടല്ലോ. സാമി എപ്പോഴാ അളവെടുത്തത്? താനീ പെണ്ണാണോ കൊണ്ട് കൊടുത്തത്? സാമി അല്ലേ പറഞ്ഞത് പിശാചിന് കൊണ്ട് കൊടുക്കാം? ആ പിശാചല്ല, മറ്റേ പിശാചല്ലേ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞേ. ഏത്? ഓ, പശു കടിച്ച പിശാചി. അല്ലേ, ഇത് എന്തൊരു ഇടപാടാ? എന്റെ മോക്ക് സ്വാമി ഇഷ്ടപ്പെട്ടൊരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തേച്ചാ അതിപ്പോ തിരിച്ചു വാങ്ങിക്കാൻ പോന്നോ? എടി ഉണ്ണി, നീ എങ്ങും തിരിച്ചു കൊടുക്കണ്ടടി. അവർക്ക് വേണേ വേറെ വാങ്ങിച്ചു കൊടുക്കട്ടെ. ഇതാ ഇപ്പൊ കൂത്തായി പോയത്. ഇഷ്ടപ്പെട്ട് മേടിച്ചതെന്നല്ലാന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഇതൊരു പ്രതിഫലമായിട്ട് കൂട്ടിക്കോളാം. പ്രതിഫലമോ? എന്താ പ്രതിഫലം? വട്ടപ്പള്ളി ഉരുട്ടിയിട്ടതും കൊല്ലാൻ നോക്കിയതും ഞാൻ ആരോടും പറയാഞ്ഞതിന്. എന്താ, ഉടുപ്പ് തിരിച്ചു വേണം? വേണ്ട, എടുത്തു. മിസ്റ്റർ കെ ജോസഫേ, താൻ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ സ്വാമി? താൻ എന്നെ തെണ്ടിച്ചടങ്ങുള്ളല്ലേ? ആ പെണ്ണ് പറഞ്ഞു കേട്ടില്ലേ? ഇനി അവൾ അതും വെച്ചോണ്ട് എന്തൊക്കെ ചെയ്യാമെന്ന് ആർക്കറിയാം? ഒരു ചുരിദാരം വെച്ചോണ്ട് അവളെ എന്ത് ചെയ്യാൻ? എന്റെ ദൈവമേ, ഇനി ചുരിദാറും ചോദിച്ചോണ്ട് വേറെത്തി വരുമല്ലോ. അവരോട് ഞാൻ എന്ത് സമാധാനം പറയും? വന്നു, അവര് വന്നു. താൻ ചെന്ന് കഥ ഉറക്കയോ അവരെ പറഞ്ഞു വിടുകയോ? അവര് തരുന്ന എന്താണെന്ന് വെച്ചാൽ താൻ വാങ്ങിച്ചോ, എനിക്ക് വയ്യ. സ്വാമി, എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. അയ്യേ ഉമ്മ. എന്താ ഞാൻ തുണിയിലാണ് നിൽക്കണത്? അയ്യെന്ന് വെക്ക, നീ എന്നോട് മാറിക്കിടാണ്ട്. ആ മോനെ, എന്റെ മോനെ എവിടെ? മോനെ, അവന്റെ മോനെ. മോൻ മറന്ന ഉമ്മാക്ക് കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കഥ പറയാൻ പറ്റിയ സമയ. സ്വാമി, ആ മറ്റേ കഥ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഉമ്മ അതൊന്ന് കേട്ടിട്ട് പോട്ടെ. നീ പോടാ അവിടുന്ന്. എന്റെ മോന്റെ അടുത്തുനിന്ന് കഥ കേൾക്കാനേ നിന്റെ ശുപാർശ ഒന്നും എനിക്ക് വേണ്ടടാ. ഉമ്മ, ഈ കഥയൊക്കെ പറയണമെങ്കില് അത് കേൾക്കാൻ കുറെ ആൾക്കാരൊക്കെ വേണ്ടേ? ആളുകൾക്കാ പഞ്ഞം. ഈ കോളനിയിൽ ഞാൻ വിളിച്ചാ വരുന്നവരുണ്ട്, കുട്ടികള്. ഈ കോളനിയിലെ മുഴുവൻ കുട്ടികളെ ഉമ്മ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. എടാ മക്കളെ, വാ കഥ കേൾക്കാം, വാ. എന്റെ സ്വാമി എന്താ ഇവിടെ കഥാപ്രസംഗം നടത്താൻ പോവാ? എടോ ബുദ്ധിയില്ലാത്തവനെ. കെ ജോസഫേ, എന്താ? എല്ലാം കുട്ടികളിൽ നല്ലേ തുടങ്ങുന്നത്.